ഇന്ന് നിത്യജീവിതത്തിൽ ആളുകൾക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് സോഷ്യൽ മീഡിയ. ദിവസത്തിൽ കുറഞ്ഞത് 5-6 മണിക്കൂറെങ്കിലും സമയം മൊബൈൽ സ്ക്രീനിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. നിലവിലെ പഠനങ്ങൾ പറയുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ കാണുന്നത് റീലുകളാണെന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഫേവററ്റ് ലിസ്റ്റിൽ ഇൻസ്റ്റാഗ്രാമാണ് ഇടം നേടിയിരിക്കുന്നത്. ഒരു റീല് കാണുമ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് സ്റ്റാറ്റസ് ആക്കണമെന്ന് തോന്നാറുണ്ട്. 80% പേർക്കെങ്കിലും ഇത് തോന്നിയിട്ടുണ്ടാകും. എന്നാൽ ഇൻസ്റ്റാഗ്രാം റീൽ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പരമാവധി 60 സെക്കൻഡാണ് ഒരു റീലിന്റെ ദൈർഘ്യം. ഇത് 15 സെക്കൻഡ്, 30 സെക്കൻഡ് എന്നിങ്ങനെ വേണമെങ്കിലും നൽകാം. വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ കൂടിയോ ആവശ്യമെങ്കിൽ ഇൻസ്റ്റയുടെ തന്നെ മ്യൂസിക് ലൈബ്രറി വഴി ഇഷ്ടപ്പെട്ട പാട്ട് സെലക്ട് ചെയ്തോ റീല് നിങ്ങൾക്ക് അടിപൊളിയാക്കാം. ഫിൽറ്ററുകളും ആവശ്യത്തിനനുസരിച്ച് ഇടുകയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റീൽ ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പ വഴികളിലൊന്ന് റീലിലെ ഷെയർ ബട്ടൺ സെലക്ട് ചെയ്യുക. വരുന്ന ഓപ്ഷനുകളിൽ കോപ്പി ലിങ്ക്, ആഡ് സ്റ്റോറി, ഷെയർ, വാട്സപ്പ്, ത്രെഡ് എന്നിങ്ങനെ കാണാം. ഇതിനൊപ്പം ഡൗൺലോഡ് ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ റീലുകൾക്കും ഇതുണ്ടാവില്ല. അത്തരത്തിൽ ഡൗൺലോഡ് ഇല്ലാത്ത റീലുകൾ നിങ്ങൾക്ക് ആഡ് സ്റ്റോറി ഓപ്ഷനിൽ ഇടാം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കായുള്ള ഓപ്ഷനാണിത്. എന്നാൽ സ്റ്റോറി ആയി ഇടണമെന്നില്ല. സ്റ്റോറി കാണിക്കുമ്പോൾ തന്നെ മുകളിൽ വലതുവശത്ത് 3 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്താൽ ഡ്രോ, സേവ് ഓപ്ഷനുകൾ വരും. ഇതിൽ സേവ് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ റീൽ ഫോണിൽ സേവ് ആയി എന്നാണ് അർത്ഥം. ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ റീലുകളിലും മ്യൂസിക് കിട്ടണമെന്നില്ല. ഇൻസ്റ്റാഗ്രാം മ്യൂസിക് ഉപയോഗിക്കുന്ന റീലുകളിൽ പലതിലും നിങ്ങൾക്ക് റീലിനൊപ്പം മ്യൂസിക് ഉണ്ടാവില്ല. ഇതിന് പകരമായി വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ആപ്പുകളോ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഡൗൺലോഡിംഗ് വെബ്സൈറ്റുകളോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.